ഓണച്ചിത്രങ്ങൾ മലയാളികൾക്ക് ആഘോഷങ്ങളുടെ ഭാഗമാണ്. സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ മമ്മൂട്ടി ആരാധകരെ നിരാശരാക്കുന്ന വാർത്തയാണുള്ളത്. കാരണം ഇത്തവണ ഓണം റിലീസിന് മമ്മൂട്ടി ചിത്രങ്ങൾ ഒന്നുമില്ല. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഓണത്തിന് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഒരേ ഒരു ചിത്രം മാത്രമാണ് മമ്മൂട്ടിക്ക് വിജയം നേടാൻ സാധിച്ചത്. 2010 ഓണത്തിന് റിലീസ് ചെയ്ത പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്ത് ആയിരുന്നു. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ ഓണം റിലീസ് ചിത്രങ്ങൾ പരാജയമായിരുന്നു. 2011 മമ്മൂട്ടിക്ക് ഓണം റിലീസ് ഉണ്ടായിരുന്നില്ല. 2012 ഓണത്തിന്റെ 2 ആഴ്ച മുമ്പാണ് താപ്പാന റിലീസ് ചെയ്തത്. ജോണി ആന്റണിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. തിയേറ്ററിൽ മോഹൻലാൽ ജോഷി ടീമിന്റെ റൺ ബേബി റണ്ണിന്റെ കുതിച്ചോട്ടമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ താപ്പാന ശരാശരി വിജയമാണ് നേടിയത്. 2013 റിലീസ് ചെയ്ത ചിത്രമാണ് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. ഓണം ആഘോഷത്തിന്റെ ഭാഗമായി റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങൾ നേടുകയും മോശമല്ലാത്ത കളക്ഷൻ നേടുകയും ചെയ്തെങ്കിലും മമ്മൂട്ടിയുടെ കരിയറിൽ സ്ഥാനം നേടിയില്ല. 2014 മമ്മൂട്ടിയുടെ ഓണച്ചിത്രം അജയ് വാസുദേവൻ സംവിധാനം ചെയ്ത രാജാതിരാജ എന്ന ചിത്രമായിരുന്നു. ഒരു മാസ് മസാല കാറ്റഗറിയിൽ പെടുന്ന ചിത്രം ശരാശരി വിജയം മാത്രമേ നേടിയുള്ളൂ. 2015 9 വർഷങ്ങൾക്ക് ശേഷം കമലും മമ്മൂട്ടിയും ഒന്നിച്ച ചിത്രമാണ് ഒട്ടോപ്യയിലെ രാജാവ്. വളരെയധികം പ്രതീക്ഷയോടെ എത്തിയ ആക്ഷേപഹാസ്യമായിരുന്നു ചിത്രം. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.